ബഹുമാനപ്പെട്ട മെമ്പർ മൂന്നാല് കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഉന്നയിച്ചത് ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അംഗം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 മന്ത്രിമാരും സംയുക്തമായി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം ഇടപെടലുകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സർ, ഇവിടെ ഈ കേരളത്തിൽ കറണ്ട് കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന് ഇതുവരെ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിൽ ഊർജിതമായ പരിശ്രമങ്ങൾ, തീരുമാനങ്ങൾ, നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു. ചോദ്യം നമ്പർ 333 ശ്രീ മാത്യു ടി തോമസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സർ, പ്രകൃതി ദുരന്തങ്ങൾ നോട്ട് നിരോധനം, കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിതം നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ വരുത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിന് നികുതി വിഹിതത്തിൽ വന്ന കുറവ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ചെലവ് പങ്കിടൽ ഘടന സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത്, കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയ എന്നീ കാരണങ്ങളാൽ സംസ്ഥാനത്ത് പണഞ്ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ടത് എന്നത് വസ്തുതയാണ്. സർ, 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.88% കേന്ദ്ര നികുതി വിഹിതം 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിലായപ്പോഴേക്കും 1.92 എന്ന ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവും ഗണ്യമായി കുറഞ്ഞു വരുന്നു. 2021-22 ആകെ റവന്യൂ വരുമാനത്തിന്റെ 41% കേന്ദ്ര ധന കൈമാറ്റമെങ്കിൽ 2024-25 RE പ്രകാരം 25% യഥാർത്ഥത്തിൽ ഇത് കൂപ്പുകുത്തുന്ന സ്ഥിതിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കാരണം 2020-21 മുതൽ 23-24 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം അനുവദിച്ച ആ പെർസെന്റേജിൽ നിന്നും 28,848 കോടി രൂപ കുറവ് വന്നിരുന്നു. സർ, ഇങ്ങനെ വിശദാംശങ്ങളുണ്ട്. ഒരു പാരഗ്രാഫ് കൂടെ വായിച്ചു തന്നു, ബാക്കി ടേബിൾ ചെയ്യാം. സർ, പ്രതികൂല സാഹചര്യത്തിൽ നികുതി വിരവ് ഊർജിതമാക്കിയും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിച്ചും മിതത്വം പാലിച്ചും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തിയും ലഭ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി വിനിയോഗിച്ചും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമായി ഈ സർക്കാരിന്റെ കാലത്ത് 2021-22 മുതൽ 24-25 വരെ നികുതി വരുമാനത്തിന്റെ വളർച്ച 15.8%, നികുതിയേതര വരുമാനത്തിൻ്റേത് 17.4%, ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 റവന്യൂ സമാഹരണത്തിലെ സംസ്ഥാനത്തിന്റെ നേട്ടത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്. സർ, മറ്റു കാര്യങ്ങളെല്ലാം വിശദമായിട്ടുണ്ട്. ശ്രീ മാത്യു ടി തോമസ്. സർ, ഈ ധനകാര്യ ഫെഡറലിസം എന്ന മഹത്തായ ആശയം സമ്പൂർണ്ണമായി തമസ്കരിക്കുന്ന നിലപാടുകളും നയങ്ങളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിൽ അർഹമായ കേന്ദ്ര വിഹിതം ആവശ്യപ്പെട്ടും കടമെടുപ്പ് പരിധി സംബന്ധിച്ചും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ ഫലമായി എന്തെല്ലാം പ്രയോജനങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചു എന്ന് വ്യക്തമാക്കുമോ? ഇനി എന്തെല്ലാം പ്രതീക്ഷിക്കുന്നു? സർ, സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്ത കേസ് അതിൻ്റെ ആദ്യഘട്ടം ഹിയറിംഗ് കഴിഞ്ഞ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് റെഫർ ചെയ്യാണ് സർ ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ. സർ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ശരിയായ കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ, നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ, അതാണ് സംസ്ഥാനം ഉന്നയിക്കുന്നതെന്ന് രാജ്യത്താകെ ചർച്ചയായി. മറ്റ് സംസ്ഥാനങ്ങളും ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂവിനകത്ത് കാര്യമായി ഇടപെടാനും ഏറ്റവും അവസാന കൈയാണ് കോടതിയിൽ പോകുന്നത് എങ്കിൽ പോലും അങ്ങനെ പോകാൻ നിർബന്ധിതമായ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ ഇഷ്യൂ എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഭരണഘടനാപരമായി തന്നെ ഉന്നയിക്കുന്നതും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ സമീപനത്തിൽ അവർ മാറ്റം വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി അതിന്റെ കേസ് ലിസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ വരേണ്ടതാണ്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരളത്തിൽ ഈ ശമ്പളം ഇനത്തിൽ വരുന്ന ചെലവ് ദേശീയ ശരാശരിയുടെ മുകളിലാണ്, ശമ്പളവും പെൻഷനും അടക്കം. സർ, വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ വരുമാനം ഇടിയുന്ന സാഹചര്യമുണ്ടായി. ഈ GSTയിലെ വരുമാനത്തിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അതുകൂടി വ്യക്തം.